ഡോക്ടർ നുസ്രത് ജഹാൻ, നോക്കൂ, ഇത്രയും വലിയ ദാരുണ സംഭവം നടന്നിട്ടും മതമേധാവിത്വം മൗനത്തിലാണ് കേട്ടോ. ഒരാളും പ്രതികരിച്ചിട്ടില്ല. ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും മൗനത്തിലാണ്. മാത്രമല്ല, നമ്മുടെ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാരും ഒന്നും ഉരിയാടിയിട്ടില്ല ഈ നിമിഷം വരെ. ഈ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാര് ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഹലാലുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഓരോ സംഗതിക്ക് ഏതാണോ അവര് കണ്ണടയും വെച്ച് ഇറങ്ങി മെഴുകുതിരി കത്തിക്കലും പ്രതികരിക്കലും ഒക്കെ എന്തിനാണെന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായി കഴിഞ്ഞ കാലഘട്ടത്തിൽ. അവരെ പിന്നെ നമ്മളാരും ഇപ്പൊ മൈൻഡ് ചെയ്യാത്തിട്ടോണ്ട് ഇപ്പൊ അത് കുറച്ച് സമാധാനം ഉണ്ട് അതില്. എന്നാൽ അവർക്ക് അത്രേ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ള ഒന്നും പറ്റില്ല. പിന്നെ മുസ്ലിം ലീഗ് ഒന്നും അങ്ങനെ പറയില്ല. മതപണ്ഡിതന്മാരും പറയില്ല ഇതിനെതിരെ. കാരണം ഇത് ഒരു സ്വർഗത്ത് പോയി ആ പെണ്ണിപ്പോ പ്രസവിച്ച് മരിച്ചാല് സ്വർഗത്തിൽ അങ്ങക്കറിയോ, ചോദ്യം ഇല്ലാതെയാണ് കബറില്. അവിടെ എത്തി കബറില് അന്ന് രാത്രി ചോദ്യം ചെയ്യുമ്പോ ആ ചോദ്യം ഇല്ല ആ പെണ്ണിനെ. അപ്പൊ എല്ലാരും നാളെ തൊട്ടത് പറയും. ഇന്നിപ്പോ എതിർത്ത കുടുംബം വരെ നാളെ അവർക്ക് വേണ്ടിയിട്ട് പറയും അവള് സ്വർഗത്ത് പോയി, അവൾക്ക് അത്രേ ഉള്ളൂ, വിധിയാണ്, ഈ കുട്ടികളെ നീ നോക്കാനും ഓനൊരു പെണ്ണ് കെട്ടിക്കോട്ടെ, അത്രേ ഉള്ളൂ സംഗതി. പിന്നെ കുട്ടികളുണ്ടായി സ്കൂട്ടായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇവർ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു ഒഴിവാക്കിയ കേസുകൾ നമ്മൾ കാണുമ്പോൾ, മുത്തലാഖ് ചൊല്ലി വേറെ പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണ് ജീവിത പ്രാരാബ്ദങ്ങൾ കുട്ടികളെ നോക്കി ഒരു കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഈ കാലത്തൊന്നും. പണ്ടൊക്കെ അങ്ങനെ എവിടുന്നെങ്കിലും അവരെ ഇഷ്ടം പോലെ പഠിക്കും, ഗവൺമെന്റ് സ്കൂളിൽ പോകും, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെല്ലാം ചിട്ടയോടെ ഏത് കുട്ടികളും ഇവരും പോകുന്നുണ്ടല്ലോ. കണക്ക് കാണിക്കാതെ സ്കൂളിൽ ചേർത്ത സ്കൂളും ഇതൊക്കെ ബാലവാടിയൊക്കെ അവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അലിഫ് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വേണ്ട. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു വലിയ ടാർഗറ്റിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എന്നെ ഇപ്പൊ വന്ന് തെറി തുടങ്ങും. ഞാൻ ഇസ്ലാമിനെ പറ്റിയിട്ട് പറയണത് പിന്നെ ഹിന്ദുക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സംഖ്യകൾക്ക് ഞാൻ കണക്ക് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഉള്ളിൽ നടക്കണം. അതുകൊണ്ടാണ് എന്നോട് പുറത്തു പോകാൻ പറയുന്നത്, എന്റെ പേര് മാറ്റാൻ അവരാരാ? അപ്പൊ ഞാൻ ഈ കണക്കുകൾ ഇതിന്റെ ഉള്ളിൽ നടന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. എന്നോടുള്ള വൈരാഗ്യം എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്നറിയോ? ഞാൻ ശബ്ദിക്കുന്നത് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഇത്ര കാലം കൊണ്ട് അവരെ ഏറ്റവും അടുത്തറിയാവുന്ന, പഠിച്ച് അറിഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നതാ. ഇപ്പോ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിന് എല്ലാവരും എനിക്കൊരു കുട്ടിയായോണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വന്ന കാലഘട്ടം ആലോചിച്ച് ഞാനും എന്റെ മോള് ഇപ്പോഴും ചിരിക്കും. കാരണം ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ എന്റെ ജോലി തിരക്കിന്റെ ഇടയിൽ ഓടി നടക്കുന്ന ഞാൻ 14 വർഷം ഉറങ്ങാതെ ജോലി ചെയ്ത ആളാ എയർപോർട്ടിൽ. അപ്പൊ ഞാൻ എന്റെ ജോലി ഓരോ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഒരു കുട്ടീനെയായിട്ട് എനിക്ക് പോവാനും നിൽക്കാനും എന്റെ വീട്ടിലത്തെ കാര്യം നോക്കാനൊക്കെ അവളെ കുട്ടിക്കാലത്ത് പറ്റും. അപ്പൊ ഏറ്റവും വലിയ എന്റെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ അപരാധം എന്താണ്? ഞാൻ ഏത് സദസ്സിൽ വരുമ്പോ എന്നെ പരിഹസിക്കുക വലിയ വലിയ ആൾക്കാർ ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒഴിവാക്കേണ്ടി വന്നു. ഓരോ സദസ്സിൽ ഇവരെ കൂട്ടത്തിൽ പോകുമ്പോ സൗന്ദര്യം പോകുന്നോണ്ടാണോ ഇനി പ്രസവിക്കാത്ത രണ്ടാമത്തെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് നമ്മളോട് ചോദിക്കുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാണം കെട്ട ചോദ്യമായിട്ടേ തോന്നുള്ളൂ. എന്നെ ഉപദേശിക്കാൻ വരിക, ഇതിങ്ങനെ ചെയ്യണം. അതൊക്കെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തില് എന്താണ് തീരുമാനമൊക്കെയാണ് ആ കുടുംബത്തിലും അവര് തീരുമാനിച്ചിട്ട് ചെയ്തോട്ടെ വിചാരിക്കേണ്ടത്. ഭർത്താവ് ഇനി ആരോടോ കംപ്ലൈന്റ് പറഞ്ഞാലും വേറൊരുത്തൻ അത് ചോദിക്കാനും ചർച്ച ചെയ്യാനും കുട്ടികളില്ലാത്തതിനെ പറ്റിയിട്ട് പിന്നെ കമ്മിറ്റി കൂടാനൊക്കെ ആരെങ്കിലും വരുമോ ഈ ലോകത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ട് തന്നെ വന്ന് ഒരു കുട്ടീനായിട്ട് ഞാൻ ജീവിക്കുമ്പോ എനിക്കറിയാം ഒരറ്റത്തുനിന്ന് ഒരറ്റത്ത് എത്തിക്കാനും അവരെ പഠിപ്പിച്ച് വലുതാക്കാനുള്ള പണി എന്താ. ഒന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്ന എത്രയോ സമയങ്ങളുണ്ട്. അപ്പൊ എന്താ അറിയാ അതിൽ അജണ്ട എന്താ അറിയോ? 2 കുട്ടികളെ 3 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പെണ്ണ് അവരെ വിട്ട് എവിടെയും പോവില്ല, അവള് ജോലിക്ക് പോവില്ല, അത് അടിമയായി അവിടെ ഇരിക്കും. ഈ പെണ്ണിനെ പുറത്തിറക്കിയ ഓല് നരകത്ത് പോകുന്ന വിചാരിച്ചിട്ടാ പേടി. അപ്പൊ അതുകൊണ്ട് അവര് പറയും ഭാര്യ മക്കളും നരകത്ത് പോയാൽ ഓൽക്ക് ക്ഷീണല്ലേ, ഓൽക്ക് അവിടെ പ്രശ്നവും. അതുകൊണ്ടാണ് നമ്മളെ തട്ടടിക്കാനും പ്രസവിക്കാനും ഇതിനൊക്കെ വേണ്ടേ. അപ്പൊ മുസ്ലിം ലീഗിന്റെ ആൾക്കാർക്ക് എത്ര പ്രസവിച്ച് എത്ര മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് നോക്കുക. ഓർക്ക് അതേ ആവശ്യമുള്ളൂ. പിന്നെ ബിരിയാണി കൊണ്ടാക്കി കൊടുക്കാനും ഓരോ പെണ്ണുങ്ങളെ ഇനിയിപ്പോ ഓരോ വീട്ടിലത്തെ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു അപമാനം വന്നാൽ ഒരു പ്രതികരിക്കോ? നമ്മൾ കണ്ടല്ലേ ഹരിത ഗ്രൂപ്പിൽ ഒരു പെണ്ണിനെ അപമാനിച്ചപ്പോ എന്താ മുസ്ലിം ലീഗ് ചെയ്തത്? ഇപ്പൊ ഇരിക്കുന്ന തങ്ങളൊക്കെ നല്ല തങ്ങളെ
കോലം കത്തിച്ച് അത്ര അവസ്ഥയിലൊക്കെ അവർ കൊണ്ടുപോയി. പാണക്കാട് തങ്ങന്മാരെതിരെ കേരളം ശബ്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം എത്തിച്ച ഈ നാറിയ ലീഗ് വർഗങ്ങൾ തന്നെയാ. അതൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ നമ്മൾ ഈ ബിംബങ്ങളായി വെക്കുന്നവരെ ബിംബങ്ങളായി തന്നെ വെച്ച് പോരുക എന്നുള്ള ഒരു സങ്കല്പം പോലും അവർക്കില്ലാത്ത മന്ദബുദ്ധികളാണ്. ആ സമയത്തിലേക്ക് അവരെ എത്തിച്ചത് ഈ ജാതി കാട ചിന്താഗതികളും പെണ്ണിനെ ഒതുക്കാൻ നടക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടോ. ഇപ്പൊ ഇതിനൊക്കെ ഇയാൾക്ക് ചൂട്ടുപിടിക്കാൻ ആൾക്കാർ വരും. കാരണം ഇത് ഇസ്ലാമികമാണ്, വീട്ടിൽ പ്രസവിച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല, ഇത് ലോകരാജ്യങ്ങളിൽ വരെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമികത്തിന്റെ സ്വർഗത്ത് പോണ വഴി ഉണ്ടാക്കും. ഇതിനൊന്നും ഇനി അനുവദിച്ചു കൊടുക്കരുത്. ഇതിനൊക്കെ നിയമം 21 വയസ്സാകുമ്പോ എന്നതിന് ഇത്ര കരഞ്ഞെന്തിനായിരുന്നു? ആർക്കിരുന്ന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായ മുസ്ലിം ലീഗിന്. എന്തുകൊണ്ട്? മതപണ്ഡിതന്മാർക്കോ. ഇവിടെയൊക്കെ ആലോചിച്ചിട്ടാ, ഇവിടെയുണ്ട് ഈ ബീഹാറിലൊക്കെ ഉള്ള ചെറിയ പാവപ്പെട്ട ആൾക്കാർ 18 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണം. എത്രയോ ഇതൊക്കെ കണ്ടാണ് ആക്ച്വലി ഈ രാജ്യത്തിന് വേണ്ടിയാണ് മോദി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ ഞങ്ങളെ പെണ്ണുങ്ങളെ, കാരണം എന്താ വെച്ചാ 21 വയസ്സാകുമ്പോ ആ കുട്ടി 2 എണ്ണം പ്രസവിച്ചു. അപ്പൊ ഈ മെഷീന്റെ സമയം കഴിഞ്ഞു പോവുകയാണല്ലോ, പ്രസവ യന്ത്രത്തിന്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ശക്തമായി എതിർത്തേ പറ്റൂ.